Indo-Chinese vegetarian dishes ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതാണ് ഗോബി മഞ്ചൂരിയൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു ഗോബി മഞ്ചൂരിയൻ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ മഹിമാസിമon. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു ബാറ്റർ പ്രിപ്പയർ ചെയ്യും. ആ ബാറ്ററിൽ നമ്മൾ കോളിഫ്ലവർ കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്ത ശേഷം അതൊരു സോസിൽ കോട്ട് ചെയ്തെടുക്കുന്നതാണ് പ്രോസസ്സ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ്, ഈ ബോളിലേക്ക് നമുക്കൊരു ബാറ്റർ പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് മൈദ, ഒരു 5 ടേബിൾ സ്പൂൺ മൈദ എടുത്തു. കോൺഫ്ലവർ 5 ടേബിൾ സ്പൂൺ തന്നെ. ഇതിലേക്ക് ഉപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ നല്ലൊരു നിറത്തിന് വേണ്ടിയിട്ടാണ്, കുറച്ച് ചില്ലി പൗഡർ കൂടെ ചേർക്കാം. 1/4 ടീസ്പൂൺ ചില്ലി പൗഡർ കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഒരുപാട് തിക്കാവാനും പാടില്ല, ഒരുപാട് ലൂസായി പോകാനും പാടില്ല. ഈ ഒരു അയവ് മതിയാവും. ഈ ഒരു അയവിൽ ബാറ്റർ പ്രിപ്പയർ ചെയ്യുക. ഇവിടെ ഞാൻ 180 ഗ്രാം കോളിഫ്ലവർ ആണ്. അളന്ന് നോക്കിയാൽ നമുക്കൊരു 1.25 കപ്പോളം ഉണ്ടാവും. ഞാൻ ഒരു ചെറിയ കോളിഫ്ലവർ ഫുള്ളായിട്ട് എടുത്തേക്കുന്നത്. ഇത് നന്നായി കഴുകിയ ശേഷം ഉപ്പിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ വെക്കും. അതിനുശേഷം കഴുകി ഡ്രെയിൻ ചെയ്തെടുത്തേക്കുന്നതാണ്. അതിവിടെ ചേർക്കാം. അപ്പോൾ ചെറിയ ചെറിയ ഫ്ലോററ്റ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് കോട്ട് ചെയ്തു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കാം എണ്ണ. കോളിഫ്ലവർ മുങ്ങിക്കിടക്കാനായിട്ട് നമുക്ക് എണ്ണ വേണം. അപ്പോൾ അത് കണക്കാക്കി എണ്ണ ഒഴിക്കുക. ഇവിടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് ഓരോന്നും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി. നമുക്കിത് ഇളക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യാം നല്ല നല്ല കറുമുറ ആയിട്ടുണ്ട്. ഈ സമയത്ത് ഇത് കോരിയെടുക്കാം. ബാക്കിയുള്ള കോളിഫ്ലവറും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി. നമുക്ക് വേറൊരു വോക്ക് ഹീറ്റ് ചെയ്യാം. നമ്മളിവിടെ ഈ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച ഓയിലിൽ നിന്ന് തന്നെ കുറച്ച് ഓയിലിനകത്തേക്ക് ചേർക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി. വൺസ് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുക്കിംഗ് എല്ലാം ഭയങ്കര ഫാസ്റ്റാണ്. ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചി 1.25 ടീസ്പൂൺ, വെളുത്തുള്ളി 2 ടീസ്പൂൺ, സ്പ്രിംഗ് അണിയൻ ഒരു 1-2 സ്പ്രിംഗ് അണിയൻ എടുത്തിട്ട് അതിൻ്റെ ആ വൈറ്റ് പോർഷൻ മാത്രം ചേർക്കാം. ഇതിലേക്ക് കുറച്ച് പച്ചമുളക്, ഞാൻ ഇവിടെ ഒരു റെഡ് ചില്ലി യൂസ് ചെയ്യുന്നുണ്ട്, പഴുത്ത മുളക് അതൊരെണ്ണം. ഒരു മുളകിൻ്റെ 1/4 ഭാഗം ഇട്ടിട്ടുള്ളൂ, പച്ചമുളകിൻ്റെ ഒരു 1/4 ഭാഗം ഇട്ടിട്ടുള്ളൂ, ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു മണമാണ്. വെളുത്തുള്ളി ഇഞ്ചിയുടെയൊക്കെ നല്ലൊരു മണം വന്നു. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചൈനീസ് ഫ്ലേവറിങ് കൊടുക്കാം. ഇപ്പോൾ ഗോബി മഞ്ചൂരിയനൊക്കെ ഒരു ഇന്ത്യനൈസ്ഡ് ചൈനീസ് ഫ്ലേവറാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട് സോസസ് ആഡ് ചെയ്യാം. 4 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്തു. 2 ടീസ്പൂൺ ഡാർക്ക് സോയ സോസ്, 1/2 ടീസ്പൂൺ വിനീഗർ, 3/4 ടീസ്പൂൺ ഷുഗർ.
ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ മിക്സ് ചെയ്യുക. ഇവിടെ ഞാൻ കോൺഫ്ലവർ 1 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്ത് ഒരു സ്ലറി ഉണ്ടാക്കുക, ഒരു പേസ്റ്റ് പോലെ ഉണ്ടാക്കുക. സ്ലറിയും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ കോൺഫ്ലവർ ഇറക്കുമ്പോഴത്തേക്ക് ഒരു ഗ്ലോസിനെസ് കിട്ടും. കൂടാതെ സോസ് നല്ലതായിട്ട് തിക്കാവും. നമ്മളിവിടെ ഡ്രൈ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സോസ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് സീസണിങ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. എനിക്കൊരു പൊടിക്ക് ഉപ്പ് കൂടെ വേണം. ഞാൻ ഒരു 1/8 ടീസ്പൂൺ സോൾട്ട് കൂടെ ചേർക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ ഷുഗറും കൂടെ ചേർക്കും. ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കോളിഫ്ലവർ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് കോട്ട് ചെയ്യുക. ഇതിലേക്ക് നന്നായിട്ട് സ്പ്രിംഗ് അണിയൻ്റെ ഗ്രീൻ പോർഷൻ നന്നായിട്ട് ചേർക്കുക. നമുക്ക് ഇനി സെർവിങ് ബോളിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ്. ഫ്രൈങ് മാത്രമേ ഉള്ളൊരു ഡിലേ വരിക, ബാക്കിയെല്ലാം ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്യാം. കുറച്ച് ഫ്രഷായിട്ട് സ്പ്രിംഗ് അണിയൻസ് സ്പ്രിങ്കിൾ ചെയ്യുക. നമ്മുടെ ഗോബി മഞ്ചൂരിയൻ നിങ്ങളെല്ലാവരും കണ്ടല്ലോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണിത്. അപ്പം നമ്മൾ ആ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ സോസിൽ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കത്തേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും സെർവ് ചെയ്യുമ്പം നല്ല ക്രിസ്പി ആയിട്ട് ആ ചൂടോടെ തന്നെ സെർവ് ചെയ്യുക. ആ നല്ല സോസും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് നമുക്ക് സ്നാക്കായിട്ട് സെർവ് ചെയ്യാം, അല്ലെങ്കിൽ റൈസിൻ്റെ കൂടെ ഒക്കെയും സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കും. ട്രൈ ഔട്ട് ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ ടു മൈ മാസ് കുക്കിംഗ് ക്ലാസ്.